ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മെയിൻ സീൻസ് ഓഫ് എപ്പിസോഡ്സിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇടിയോടും മിന്നലോടും കൂടിയൊക്കെ പെയ്ത മഴ തോർന്നതിന് ശേഷം വരുന്ന ഒരു സമാധാനമായ അന്തരീക്ഷം ഇല്ലേ, ആ അന്തരീക്ഷം പോലെയാണ്. അതായത് ഇന്നത്തെ എപ്പിസോഡിൽ വലിയ രീതിയിലുള്ള വഴക്കോ അടിയും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ തിങ്കളാഴ്ചത്തെ അല്ലെങ്കിൽ ചൊവ്വാഴ്ചത്തെ എപ്പിസോഡ് ഒരു കൊടുങ്കാറ്റ് വീശുന്ന പോലെ ആയിരിക്കും മിക്കവാറും. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു മെയിൻ സീനാണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ കൺമണിയെ നമ്മുടെ രജനി കണ്ണമ്മയാണെങ്കിൽ വിളിക്കുന്നുണ്ട്. ശേഷം കൺമണിയാണെങ്കിൽ രജനി കണ്ണമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പിന്നീടാണെങ്കിൽ കൺമണി രജനി കണ്ണമ്മയുടെ അടുത്ത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് കൺമണി ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടി, ഞാൻ ഇപ്പോൾ അവിടുത്തെ ചീഫ് ഡിസൈനർ ആണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഇത് കേൾക്കുന്ന രജനി കണ്ണമ്മയ്ക്കാണെങ്കിൽ സന്തോഷം വരുന്നുണ്ട്. അങ്ങനെ രജനി കണ്ണമ്മ കൺമണിയെ അഭിനന്ദിക്കുന്നുണ്ട്. ആ സമയത്ത് അങ്ങോട്ട് കൃഷി വരുന്നുണ്ട്. കൃഷി കൺമണിയുടെ അടുത്ത് പറയുന്നുണ്ട്, ബാ കൺമണി നമുക്ക് പോവാന്ന്. ആ സമയത്ത് രജനി കണ്ണമ്മ പറയുന്നുണ്ട്, ഞങ്ങളിവിടെ BR ഗ്രൂപ്പിനെ കുറിച്ചോ അലികയെക്കുറിച്ചൊക്കെ പറയാമായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായ ആ ബലരാമൻ എന്ത് വലിയ ചതിയനാണെന്നുള്ള കാര്യം എന്നൊക്കെ. ആ സമയത്ത് ഉടനെ കൃഷി പറയുന്നുണ്ട്, ബലരാമൻ കളിച്ച കളികളെക്കുറിച്ചും പിന്നെ കുറേ നാടകങ്ങളൊക്കെ ബലരാമൻ ആസൂത്രണം ചെയ്ത് നടത്തിയതിനെക്കുറിച്ചും ഒക്കെയാണ് ഈ പറയുന്നത്. അതിൽ പെടുന്നതാണ് കൃഷിൻ്റെ വീട്ടുകാരെ കയ്യിലെടുത്തതും പിന്നെ കൺമണിയെ തട്ടിക്കൊണ്ടു പോക്കും പിന്നെ കൺമണിയെ BRലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമവും എല്ലാം അടങ്ങുന്നതാണ് കൃഷി പറയുന്ന കാര്യങ്ങൾ. ഇതൊക്കെ കേട്ട കണ്ണമ്മ മേഡം പറയുന്നുണ്ട്, എന്തായാലും കൃഷി വിഷമിക്കൊന്നും വേണ്ട, സാഗർ സാർ എല്ലാം പരാതിയായിട്ട് എനിക്ക് എഴുതി തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വേണ്ട ആക്ഷനൊക്കെ ബലരാമനെതിരെ എടുക്കുന്നതായിരിക്കും. എന്തായാലും ഇനിയിപ്പോൾ കുറേ കാലം അയാൾ ജയിലിൽ തന്നെ കിടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഉടനെ നമ്മുടെ കൃഷി കൺമണി അടുത്തായിട്ട് പറയുന്നുണ്ട്, കൺമണി എന്നാൽ പിന്നെ നമുക്കങ്ങോട്ട് ഇറങ്ങിയാലോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഉടനെ രജനി മാഡം പറയുന്നുണ്ട്, കൺമണി എന്തായാലും നീ 2 ദിവസം റെസ്റ്റ് എന്തായാലും എടുക്കണം എന്ന് പറയുന്നുണ്ട്. ഇതേക്കുന്ന കൃഷി ഉടനെ ചോദിക്കുന്നുണ്ട്, മാഡം കൺമണിയെ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോകുന്ന സമയത്ത് പോലീസുകാർ തന്നെ കൂടെ പോകണമെന്ന് നിർബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്നു എൻ്റെ കാറിലെന്ന് പറയുന്നുണ്ട്. ആ സമയത്തുടനെ നമ്മുടെ ഈ പോലീസുകാർ പറയുന്നുണ്ട്, കൃഷി കൊണ്ടുപോയിക്കോ കൺമണിയെന്ന് പറയുന്നുണ്ട്. ശേഷം കൃഷി ആണെങ്കിൽ ശരിയെന്ന് പറഞ്ഞിട്ട് കൺമണിയുടെ അടുത്ത് പറയുന്നുണ്ട്, പിന്നെ ഞാൻ പുറത്തോട്ട് നിൽക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൃഷി അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീടാണെങ്കിൽ നമ്മുടെ രജനി കണ്ണമ്മ ഒരു ആക്കിച്ചിരിയോടുകൂടി കൺമണിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് കൺമണിയുടെ അടുത്തായിട്ട് ചോദിക്കുന്നുണ്ട്, അല്ലേ ഇതിപ്പോൾ തുടങ്ങിയെന്ന്. ആ സമയത്ത് കൺമണി അറിയാത്ത രീതിയിൽ എന്താ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രജനി കണ്ണമ്മ പറയുന്നുണ്ട്, കൺമണിയെ എന്നോട് നീ കള്ളം പറയണ്ട, ഒരു കള്ളം പറയുന്ന ആളെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. സത്യം പറഞ്ഞാൽ ഇപ്പം നിങ്ങളെ കണ്ടാലും ഒരു സ്റ്റാഫും MDയും തമ്മിലുള്ളൊരു ബന്ധമായിട്ട് എനിക്ക് തോന്നുന്നില്ല, അതിനപ്പുറം ഒരു ലവേഴ്സ് തമ്മിലുള്ള ബന്ധം പോലെ എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൺമണി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ല മാഡം എന്ന് പറഞ്ഞ് കൺമണി ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്. ഇത് കണ്ട കണ്ണമ്മ മാഡം ആണെങ്കിൽ കൺമണി അടുത്തായിട്ട് പറയുന്നുണ്ട്, കൺമണി നിൻ്റെ ഈ പുഞ്ചിരി കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾ തമ്മിൽ മറ്റൊരു ബന്ധമാണെന്ന്, അതായത് നിങ്ങൾ ലവേഴ്സ് ആണെന്ന് തന്നെ മനസ്സിലാവും എന്ന് പറയുന്നുണ്ട്. പിന്നീടാണെങ്കിൽ കണ്ണമ്മ മാഡം പറയുന്നുണ്ട്, എന്തൊക്കെയാ കൺമണി പണ്ട് നീ ചെയ്തു കൂട്ടിയെന്ന് വലിയ ഓർമ്മ നിനക്കുണ്ടോ, പാവം ആ കൃഷിനാണെങ്കിൽ എത്ര തവണ നീ പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇറക്കി ഒരു കാരണമില്ലാതെ തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ കൺമണിക്ക് ചെറിയ ഇങ്ങനെ ചമ്മൽ തോന്നുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ നമ്മുടെ കണ്ണമ്മ മാഡം പറയുന്നുണ്ട്, ഇപ്പോൾ അടയും ചക്കരയായി നിങ്ങളെന്ന് പറയുന്നുണ്ട്. എനിക്ക് പിന്നെ പണ്ടേ തോന്നിയായിരുന്നു മനസ്സിൽ അവസാനം ഇതിങ്ങനെയൊക്കെ അവസാനിക്കും എന്നുള്ള കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന കൺമണിയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ചൊക്കെ നിൽക്കുന്നുണ്ട് അന്നത്തെ കാര്യമൊക്കെ. തുടർന്നാണെങ്കിൽ കണ്ണമ്മ മാഡം പറയുന്നുണ്ട്, അല്ല കൃഷിൻ്റെയും മാനസയുടെയും കല്യാണമൊക്കെ ഉറപ്പിച്ച് എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ കൺമണിയുടെ മുഖം ഒന്ന് മാറുന്നുണ്ട്. ശേഷം ഇങ്ങനെ പറയുന്നുണ്ട്, അത് മാത്രമല്ല നിൻ്റെ കല്യാണം ഉറപ്പിച്ച് എൻഗേജ്മെൻ്റ് എങ്ങാണ്ട് കഴിഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയത്തുണ്ടെ കൺമണിയാണെങ്കിൽ പറയുന്നുണ്ട്, മാഡം ഞാൻ എന്തായാലും വരുണ്ണ കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് കണ്ണമ്മ മാഡം ആണെങ്കിൽ പറയുന്നുണ്ട്, അല്ലെങ്കിലും നിനക്ക് ആ വരുൺ ചേരില്ല, വരുണിനെക്കാളും നിനക്ക് ചേരുന്നത് കൃഷി തന്നെയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നീടാണെങ്കിൽ കൺമണി ഇങ്ങനെ കണ്ണമ്മ മാഡത്തിൻ്റെ കൈയൊക്കെ ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്തതിന് ശേഷം പറയുന്നുണ്ട്, മാഡം ചെയ്തു തന്ന എല്ലാ ഉപകാരത്തിനും നന്ദി എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് കൺമണി അങ്ങ് ഇറങ്ങുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ കൺമണിയെ മെഡിക്കൽ ചെക്കപ്പിനായിട്ട് കൃഷിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ കൃഷി പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. കൃഷിൻ്റെ നിപ്പും ഭാവവും ടെൻഷനൊക്കെ കണ്ടെത്തുന്ന കൺമണിയുടെ ലേബർ റൂമിൽ കിടക്കുവാണെന്ന്. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കൺമണി വരും. എന്നിട്ട് കൃഷിന് അപ്പോഴാണൊന്ന് ശ്വാസം നേരെ ചൊവ്വ വീഴുന്നതെന്ന് തോന്നുന്നു. എന്നിട്ട് കൺമണി വന്ന പാടെ ചോദിക്കുന്ന, സാർ എന്നാൽ പിന്നെ നമുക്ക് അങ്ങ് ഇറങ്ങിയാലോ എന്നാണ് ചോദിക്കുന്നത്. ആ സമയത്തായിരിക്കും കൺമണിയുടെ കൂടെ കോൺസ്റ്റബിൾ കൂടെ വരും പുറത്തേക്ക്. ആ സമയത്ത് ആ കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, മാഡം ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
നിങ്ങൾ ലവേഴ്സ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കൺമണിയാണെങ്കിൽ ഒന്ന് ഞെട്ടി നിൽക്കുവാണ്. എന്നിട്ട് കൺമണി ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ ചോദിച്ചത്. ആ സമയത്ത് ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് അല്ല ഞങ്ങൾക്ക് അങ്ങനെ തോന്നി, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിങ്ങളുടെ കാര്യം പറഞ്ഞ് ചിരിക്കുകയായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ പറയുന്നു നിങ്ങൾ ലവേഴ്സ് ആണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീടാണെങ്കിൽ കോൺസ്റ്റബിളിൻ്റെ ഈ വാക്കുകളൊക്കെ കേട്ട് കൺമണിയും കൃഷിയും ആണെങ്കിൽ നാണിച്ചങ്ങ് തലതാഴ്ത്തി നിൽക്കുകയായിരിക്കും. ആ സമയത്ത് കോൺസ്റ്റബിൾ പറയുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്, കൺമണി 2 ദിവസം റെസ്റ്റ് എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ചെറിയ ടെമ്പറേച്ചർ ഉണ്ടെന്നും പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ കോൺസ്റ്റബിൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേക്കുന്ന കൃഷി ആണെങ്കിൽ ടെമ്പറേച്ചർ ഉണ്ടെന്നോ, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കൃഷി ഇങ്ങനെ നെറ്റിയിലൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. ശേഷം കൃഷി ആണെങ്കിൽ പറയുന്നുണ്ട് അയ്യോ നല്ല പനിയുണ്ട് കൺമണി എന്ന് പറയുന്നുണ്ട്. എന്തായാലും കൺമണി നാളെ ലീവ് എടുത്തു, നാളെ ഓഫീസിലേക്കൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പിന്നീട് കൃഷി പറയുന്നുണ്ട് കൺമണിയുടെ വീടിൻ്റെ ലോണും കൂടെ ഞാൻ നാളെ തന്നെ അടയ്ക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് കൺമണി ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ കൃഷി പറയുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, എന്തായാലും ഇന്ന് തന്നെ ഞാൻ വീട്ടിൽ ചെന്ന് കൺമണിയുടെ കാര്യം നമ്മുടെ വീട്ടിൽ പറയുന്നുണ്ട്. എനിക്കറിയാം അച്ഛനും അമ്മയും എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന്, മാനസയുടെ കാര്യമായിരിക്കും. അതെന്തായാലും ഞാൻ പറഞ്ഞ് അതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കൺമണിയെ പെണ്ണ് കഴിച്ച് കൺമണിയുടെ വീട്ടിൽ ഞാൻ വരുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് കൺമണിയാണെങ്കിൽ ഇങ്ങനെ കൃഷിനെ ചിരിച്ചുകൊണ്ട് നോക്കുന്നുണ്ട്. ആ സമയത്ത് ഇത്രയും സന്തോഷിച്ച് നിൽക്കുന്ന നിമിഷത്തിൽ ഒരു ഇടി വെട്ടിയതുപോലെയാണ് നമ്മുടെ വരുൺ ആ സമയത്ത് അങ്ങോട്ട് കൺമണിയിൽ നിന്ന് നീട്ടി വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ കൃഷി കൺമണി ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ കൃഷി ആണെങ്കിൽ ഇവനോ എന്ന രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നീട് വരുണാണെങ്കിൽ കൃഷിൻ്റെ കൺമണിയുടെ അടുക്കലേക്ക് വന്നിട്ട് ഭയങ്കര മാസ്സായിട്ട് അങ്കിൾ എന്നൊക്കെ ഭയങ്കര നീട്ടി ഇങ്ങനെ വിളിക്കുന്നുണ്ട് പിന്നിലോട്ട് നോക്കി. അങ്ങനെ നമ്മളെ ശ്രീനിവാസൻ മാസ്സായിട്ട് എമ്പുരാൻ സിനിമയിലേക്ക് പോലെ മോഹൻലാലിൻ്റെ പിറകിൽ നിന്ന് പൃഥ്വിരാജ് വരുന്ന പോലെ വരുണിൻ്റെ പിറകിൽ നിന്ന് ശ്രീനിവാസൻ ഇങ്ങനെ വരുമായിരിക്കും. എന്നിട്ട് ശ്രീനിവാസൻ ഇങ്ങനെ മോളെ കണ്ട സന്തോഷത്തിൽ എന്നാൽ തൻ്റെ വീട് പോയതിൻ്റെ സങ്കടത്തിലുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തുടർന്ന് ശ്രീനിയാണെങ്കിൽ കൺമണിയുടെ അടുക്കലേക്ക് പോയിട്ട് കയ്യിലൊക്കെ പിടിച്ചതിന് ശേഷം ചോദിക്കുന്നുണ്ട് മോളെ ഞാൻ മറ്റൊരാവശ്യത്തിനായിട്ട് ഇങ്ങോട്ട് വന്നതാ, മോളെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് ശ്രീനിയാണെങ്കിൽ കൺമണിയടുത്ത് കാട്ടിലെ ജീവിതത്തിന്റെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പിന്നീട് ഇതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ വരുണാണെങ്കിൽ ഐ കോണ്ടാക്ട് കൊടുക്കുന്നുണ്ട് കൃഷ്ണന്. അങ്ങനെ കൃഷ്ണൻ വേണം തമ്മിൽ കട്ട ഐ കോണ്ടാക്റ്റ് ആണ്. രണ്ടുപേരും വിട്ടുകൊടുക്കാതെ തന്നെ ഭയങ്കര ദേഷ്യത്തിലും എന്നാൽ വാശിയിലുമായിട്ടൊക്കെയാണ് ഇങ്ങനെ നോക്കുന്നത്. തുടർന്ന് വരുണാണെങ്കിൽ കൃഷ്ണൻ്റെ അടുക്കലേക്ക് എന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് കൃഷ്ണനെ. നീ തന്നതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, അതൊക്കെ ഞാൻ തിരിച്ച് തരുന്നതായിരിക്കും, നീ തന്നതിനേക്കാളും വലിയ രീതിയിൽ തന്നെ ആയിരിക്കും ഞാൻ നിനക്ക് തിരിച്ച് തരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൺമണിയും കേൾക്കുന്നുണ്ട്. അങ്ങനെ കൺമണി കണ്ണ് വെച്ച് ഓരോ ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കൃഷ്ണൻ്റെ അടുത്ത്. ഒന്നും പറയണ്ടെന്ന് വല്ലതും ആയിരിക്കും, അല്ലെങ്കിൽ ആ മണ്ട പറഞ്ഞിട്ട് പോട്ടെ എന്ന രീതിയിലായിരിക്കാം. അപ്പോൾ കൺമണി ഇങ്ങനെ കാണിക്കുന്നുണ്ട്, കൃഷി തലയാട്ടുന്നുണ്ട്. എന്നിട്ട് കൃഷി ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് ദേഷ്യത്തോടു കൂടി. അങ്ങനെ തിളച്ച് വെക്കുന്ന നമ്മൾ കൃഷ്ണനെ പിടിച്ചുകൊണ്ട് വരുൺ അങ്ങോട്ട് കൺമണിയുടെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇതെൻ്റെ അമ്മായിപ്പനാണ്, അതായത് കൺമണിയുടെ അച്ഛൻ. അങ്ങനെ ഓരോ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. കൺമണി ആരായിട്ട് വരും അങ്ങനെയൊക്കെ ഭയങ്കര ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്ത് കൊടുക്കണം കൃഷിന്. അപ്പോൾ കൃഷി ആണെങ്കിൽ ഇങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുമായിരിക്കും. പിന്നീടാണെങ്കിൽ വരുൺ കൺമണിയുടെ അടുത്തായിട്ട് പറയുന്നുണ്ട് കൺമണി ഇനി ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, കൺമണിയുടെ വീടിൻ്റെ ആധാരമൊക്കെ ഞാൻ ജപ്തി നിന്ന് തിരിച്ചെടുത്ത് പൈസ അടച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സത്യം കേട്ട് നമ്മുടെ കൺമണി ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. പിന്നീടാണെങ്കിൽ കൺമണി ഇതൊക്കെ കേട്ട് തുറിച്ച് ശ്രീനിവാസനെ നോക്കുന്നുണ്ട്. ശേഷമാണെങ്കിൽ പിന്നീട് നമ്മുടെ വരുൺ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഞങ്ങളുടെ കല്യാണം ഉടൻ തന്നെ കാണുമെന്നൊക്കെ ഇങ്ങനെ കൃഷ്ണനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് കൃഷ്ണനും ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് വരുൺ എന്തായാലും കൃഷിയിൽ പൊക്കോന്നു. ആ സമയത്ത് ഉടനെ വരുൺ പറയുന്നുണ്ട് ശരിയാണല്ലോ, ഞാൻ ആരാ കൃഷിയോട് നിന്ന് പോകാൻ പറയാൻ, ഞങ്ങളങ്ങ് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ബാ കൺമണി ബാ അച്ചാന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഉടനെ ശ്രീനിവാസൻ പറയുന്നുണ്ട് ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് വരുൺ പറയുന്നുണ്ട് നിങ്ങൾ നടന്നു, എന്തായാലും എനിക്ക് നമ്മുടെ ക്രിസ്താറിൻ്റെ അടുത്ത് 2 കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്ങനെ കൃഷിൻ്റെ അടുത്തായിട്ട് വരുൺ ഇങ്ങനെ പറയുന്നുണ്ട് നീ തല്ലിയത് ആരെയാണെന്നറിയോ, വരുണിട്ട്. അതുകൊണ്ട് തന്നെ നിന്നെ തിരിച്ച് ഞാൻ തല്ലത്തൊന്നുമില്ല, പക്ഷേ നിൻ്റെ മനസ്സിനിട്ടായിരിക്കും ഞാൻ അടിക്കാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ എൻ്റെ അടി നീ താങ്ങില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. പിന്നീടാണെങ്കിൽ കൃഷി ഇങ്ങനെ വേണ്ടെന്ന് വിചാരിച്ചാൽ ഇവൻ മേടിച്ചുകൊണ്ടേ പോകത്തുള്ളല്ലോ എന്നുള്ള രീതിയിൽ കൃഷി ആണെങ്കിൽ ഇങ്ങനെ കൈയൊക്കെ ചുരുട്ടി പിടിച്ചാൽ അടിക്കാൻ പോണ പോലെ ഇങ്ങനെ ആക്കി താടിയിലൊന്ന് തലോടുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് കാണുന്ന വരുണാണെങ്കിൽ അങ്ങനെ ഞെട്ടി ഒന്ന് പേടിച്ചു പോകുന്നുണ്ട്. പിന്നീട് കൃഷി ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നീ ഇത്രയൊക്കെ പറഞ്ഞല്ലേ, അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം, വൈകാതെ തന്നെ എൻ്റെ കല്യാണം കാണും, അതിന് ഞാൻ വിളിക്കാം, പക്ഷേ നീ വരാതെ എന്നാൽ അത്രയും നന്ന് നിനക്ക് എന്ന് പറഞ്ഞിട്ട് കൃഷി ആണെങ്കിൽ ഇങ്ങനെ കൈ വീശുന്നുണ്ട് അടിക്കാൻ പോണ പോലെ. അപ്പോഴും ഇവ അങ്ങ് പേടിക്കുന്നുണ്ട് കേട്ടോ വരുൺ. അങ്ങനെ അവസാനം സഹിയായിട്ട് കൃഷി ആണെങ്കിൽ ഒരു 5 ഡയലോഗ് കാച്ചിയിട്ട് അങ്ങ് പോകണുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.